വീട്ടിൽ നിന്ന് വന്നിട്ട് 2-3 ദിവസമായെങ്കിലും ഇവിടുത്തെ ആ ഒരു പഴയ ട്രാക്കിലേക്ക് ഞാൻ ഇതുവരെ അങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ. ഇന്ന് മുതലെങ്കിലും എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ള പ്ലാനിലാണ്. ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് ഇങ്ങനെ തകൃതിയായിട്ട് നടന്ന് ഒരു വിധം അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട്, പഴയ പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ മമ്പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് ഉപ്പും മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളിത് അവിടെ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മറ്റൊരു അടുപ്പത്ത് അരിപ്പൊടി വാട്ടുകയാണ് കേട്ടോ. 10 കിലോ പച്ചരി വാങ്ങി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നൈസ് പത്തിരി അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പൊടി വാട്ടുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തേക്ക് ഇനി വേറെ ചോറും കറിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, കാരണം നമ്മൾ രണ്ടാൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇതുമ്മൂന് രാവിലത്തെ ഫുഡ് തന്നെ ഉച്ചക്ക് കിട്ടുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ മൂപ്പർക്കും ഇനി എനിക്ക് മാത്രം ചോറും കറിയൊന്നും വെക്കാൻ നിൽക്കണ്ട, അടുപ്പത്ത് നിന്ന് ഇങ്ങോട്ട് പോര് ചൂടല്ലേ, ഇവിടെ അടുപ്പത്ത് ഇങ്ങനെ കിടന്ന് കളിക്കേണ്ട, വേഗം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ മതി, അത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം കുറച്ച് കൂടുതൽ പൊടി എടുത്തിട്ടുണ്ട്. നോമ്പ് കഴിഞ്ഞാൽ എത്ര കൂടുതൽ പൊടി വാട്ടി പത്തിരിയൊക്കെ ചൂടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പ്രസ്സിൽ നന്നായിട്ട് അമർത്തി പിന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നൈസായിട്ടുള്ള പത്തിരി തന്നെയാണ് മൂപ്പർക്ക് ഇഷ്ടം. അപ്പോൾ ഞാനത് പരത്തി ചുട്ടെടുത്തു. ഇനി അതിൻ്റെ ഒപ്പം തന്നെ മമ്പയറും ഒന്ന് ജസ്റ്റ് ഒന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ ഉള്ളിയും നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ മല്ലിപ്പൊടിയും മസാലപ്പൊടികൾ മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടെടുത്ത് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി തൂമിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ബീഫ് വരട്ടിയത് കുറച്ചുണ്ട്, അത് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കുറച്ച് ഗ്രേവി ആക്കിയെടുക്കാം ഉച്ചക്കത്തേക്ക് എന്ന് വിചാരിച്ചു. രാവിലത്തേക്ക് നമുക്കിനി ബീഫൊന്നും വേണ്ടല്ലോ, അതാ മമ്പയർ കറിയും പത്തിരി മതി. ഇപ്പം ഞാനിതൊക്കെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതും ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ. മദ്രസ പൂട്ടിയ ഒരു സംഭവത്തിൽ കിടക്കുകയാണ്. തുറക്കാൻ ഇനി 1-2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിത്തനാക്കാൻ പോയില്ല. കുറച്ച് ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ രണ്ടാളും മാത്രം ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ചായ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കഴിക്കാൻ 2 ബദാമും കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, വീട്ടിലുള്ള കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ വായിച്ച് അത് വാങ്ങാനുണ്ട് ഇത് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. പിന്നെ വേഗം പാത്രങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഒരുപാട് അലക്കാനുണ്ടായിരുന്നു, അതങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ ട്രിപ്പായിട്ട് അങ്ങനെ അലക്കുന്നുണ്ട്. ഉച്ചക്കത്തേക്ക് ഇനി നമുക്ക് കിച്ചണിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, നമ്മൾ ബീഫ് അവിടെ വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചൂടത്തൊന്നും അങ്ങ് രക്ഷപ്പെടാമെന്ന് കരുതി വേഗം അലക്കിയതും കൂടി തിരിച്ചിട്ട് പണി തീർന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഉണക്കിയത് ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് അങ്ങോട്ട് തോരടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തോരടേണ്ട ആവശ്യമൊന്നുമില്ല, ഇട്ട് അപ്പം തന്നെ ഉണങ്ങും, അപ്പോൾ തന്നെ നമുക്ക് എടുത്ത് മടക്കിയും വെക്കാം. അമ്മ അതൊരു ചൂടാണല്ലേ. എന്തായാലും ഞാൻ ഓരോന്നായിട്ട് വിരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം മഞ്ചേരിയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് അലക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മടിയായിട്ട്, ഞാൻ മുകളിലാണ് അവിടെ മഞ്ചേരി വീട്ടിൽ വാഷിംഗ് മെഷീൻ. അപ്പോൾ ഞാൻ പോയിട്ട് അങ്ങനെ അലക്കൂല. ഇപ്രാവശ്യം തുത്തുള്ളതുകൊണ്ട് ഓൾ അലക്കാനിടുമ്പോൾ എല്ലാം എൻ്റെതും അലക്കാനൊക്കെ ഇട്ടതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അലക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.